യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും കേസ്. ജാമ്യം ലഭിച്ചതിന് പിന്നാലെ പൂജപ്പുര ജയിലിന് മുന്നിൽ സ്വീകരണം നടത്തിയതിന് 12 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പ്രതിയാക്കിയാണ് കേസ്. രണ്ടാം പ്രതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. കണ്ടാലറിയാവുന്ന 200ഓളം പേർക്കെതിരെയും കേസെടുത്തു. നിയമവിരുദ്ധമായി സംഘം ചേർന്ന് ഗതാഗതം തടസ്സപ്പെടുത്തിയെന്നും ക്രമസമാധാനം തകർത്തു എന്നുമാണ് പൂജപ്പുര പോലീസിന്റെ എഫ്ഐആർ. തിരുവനന്തപുരത്ത് നിന്ന് AV ജയശങ്കർ ചേരുകയാണ്. ജയശങ്കർ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒന്നിനു പുറകെ ഓരോന്നായി കേസുകൾ എടുക്കുകയാണ്. പുതിയ എഫ്ഐആറിലെ വിവരങ്ങൾ എന്താണ്? അതായത് ഗോപിക, ഈ സ്വീകരണത്തിനായി ബന്ധപ്പെട്ടാണ് ഈ ഒരു പുതിയൊരു കേസ് എടുത്തിരിക്കുന്നത്. അതായത് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ നേമം ഷജീർ ഒന്നാം പ്രതിയും രാഹുൽ മാങ്കൂട്ടം രണ്ടാം പ്രതിയുമായാണ് കേസ്. 12 പേരെ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കണ്ടാലറിയുന്ന 200ഓളം പേരെയും പ്രതിപ്പട്ടികയിൽ ചേർക്കും. സർക്കാർ ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിച്ചു. ഒപ്പം പോലീസ് ആജ്ഞ ലംഘിച്ച് അന്യായമായി സംഘം ചേർന്നു. ഒപ്പം ലഹളയുണ്ടാക്കണം ഉദ്ദേശത്തോടുകൂടി ഇതായി എന്നൊക്കെയാണ് എഫ്ഐആറിൽ പറയുന്നത്. ഒപ്പം പൊതുസമാധാനം തടസ്സപ്പെടുത്തിയെന്നും എഫ്ഐആർ വ്യക്തമാക്കുന്നു. ഇതിനെതിരെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് എന്തായാലും പൂജപ്പുര പോലീസ് കേസെടുത്തിരിക്കുന്നത്. തുടർച്ചയായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെതിരെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയും പോലീസ് കേസെടുക്കുന്നുവെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചിരുന്നു. അത്തരമൊരു ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പുതിയൊരു എഫ്ഐആർ കൂടി പോലീസ് എടുക്കുന്നത്. എന്തായാലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ ഒരു കേസിനെതിരെ ഏത് തരത്തിലായിരിക്കും പ്രതികരിക്കുക എന്നത് നമുക്ക് വരും മണിക്കൂറുകളിൽ എന്തായാലും അറിയാം. എന്തായാലും സ്വീകരണവുമായി ബന്ധപ്പെട്ടും കേസെടുത്തിരിക്കുന്നു. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷനും സംസ്ഥാന അധ്യക്ഷനും ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർത്താണ് കേസ്. പക്ഷേ വകുപ്പുകൾ ഗുരുതരമായ വകുപ്പല്ല. പക്ഷേ സ്വാഭാവികമായ ഒരു സ്വീകരണ പരിപാടിക്കെതിരെയാണ് പോലീസ് വിശദമായ വകുപ്പുകൾ ഇട്ടുകൊണ്ട് കേസെടുത്തിരിക്കുന്നത്. ഗോപിക, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും കേസെടുത്തിരിക്കുകയാണ്. പൂജപ്പുര സെൻട്രൽ ജയിലിന് മുന്നിൽ പ്രവർത്തകർ ഒരുക്കിയ സ്വീകരണത്തിനെതിരെയാണ് പുതിയ കേസ്. വാർത്തയുടെ വിശദാംശങ്ങളാണ് AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.